വേണ്ട, ആരും എടുക്കണ്ട. സ്ലോ മോഷനിലിങ്ങനെ നടക്കും. എന്ന് വെച്ചാൽ വെള്ളക്കാക്ക മലർന്നു പറക്കും. അങ്ങനെ ചിലപ്പോൾ അവിടുത്തെ പോരാളിയായിരിക്കും. രജനീകാന്തിൻ്റെ അമ്മായി നടക്കുന്ന പോലെ. ഹലോ, എക്സ്ക്യൂസ് മീ. ഇപ്പോൾ ഇല്ലേ, നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് അത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് നമ്മളെവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ചിലപ്പം ഓരോ ഫാമിലിയിലും ഓരോ കഥകൾ കിട്ടും. ഞങ്ങളുടെ ഫാമിലിയിൽ ഇതേപോലെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര കോമഡി ആയിരിക്കും. എന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം ഞാനും ഇക്കാക്ക എന്ന് പറഞ്ഞാൽ ചേട്ടൻ, അനിയൻ, ഞങ്ങൾ 3 പേരാണ്. ഓക്കെ, ഞാനും ചേട്ടനും അനിയനും കൂടെ ഒരുമിച്ച് ഒരു പ്രാവശ്യം എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുക. ആക്ച്വലി സ്പീക്കിംഗ് അങ്ങനെ ഒരു സംഭവം നടക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ. ഞാനും ചേട്ടനും അനിയനും കൂടെ ഒരുമിച്ചൊരു ഫിലിം കാണാൻ എന്താ സാഹചര്യം എന്ന് വെച്ചാൽ വെള്ളക്കാക്ക മലർന്നു പറക്കും. അങ്ങനെ എന്തോ സംഭവം നടന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തോ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നമ്മുടെ ഫാമിലിയിലെ ഈ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടുത്തെ പോരാളിയായിരിക്കും. ഞങ്ങളുടെ വീട്ടിലുണ്ട് ഒരു പോരാളി, കോൾഡ് ആസ് മമ്മ. ഓക്കെ, അപ്പം ഒരു പ്രാവശ്യം ഞങ്ങൾ 3 പേരിങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് മമ്മ വന്നിട്ട് പറഞ്ഞ്, മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോയിട്ട് ബക്കറ്റ് എടുത്തിട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ ഇൻട്രസ്റ്റൊക്കെ അങ്ങ് പോയി. കാരണം ആരെടുക്കും എന്നുള്ളതായിരുന്നു അവിടുത്തെ അപ്പോഴത്തെ ഒരു ഇത്. ഞങ്ങൾ 3 പേരും അജ്ഞാത ശക്തികളാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ 3 പേരും കേൾക്കാത്ത പോലെ ഇങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് മമ്മ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്ത്, ഒരാൾ പോയി എടുത്തിട്ട് വന്നേ ഒരു ബക്കറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ നോക്കുക, ഞാൻ എന്തായാലും പോകുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇക്കാക്ക പറഞ്ഞ്, മമ്മ നിൽക്കും അമ്മ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പടം കണ്ടുകൊണ്ടിരിക്കുക, അപ്പോഴല്ലേ ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് പോരാളിയുടെ ഭാഗത്തുനിന്നൊരു ഡയലോഗ് ഇങ്ങനെ വരും. അതിങ്ങനെയാണ്, വേണ്ട, ആരും എടുക്കണ്ട, ഞാൻ തന്നെ പോയി എടുത്തോളാം, പോരെ എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിൻ്റെ അമ്മായി നടക്കുന്ന പോലെ സ്ലോ മോഷനിലിങ്ങനെ നടക്കും കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ അനിയൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ്, ഞാൻ തന്നെ പോയി എടുത്തോളാം, പോരെ എന്ന് പറഞ്ഞിട്ട് അനിയൻ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കണം. അപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞ്, ഇക്കാക്ക പറഞ്ഞ്, അനിയൻ കുഞ്ഞ് അങ്ങനെ പറഞ്ഞ് പോയപ്പോൾ തന്നെ ഇക്കാക്ക പറഞ്ഞ്, മമ്മ ഞാൻ എടുക്കണോ മമ്മ എന്ന് ചോദിച്ചു. അപ്പോഴും അനങ്ങൂല കേട്ടോ, ഞാൻ എടുക്കണോ മമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ മമ്മ നേരെ എന്നെ ഒരു നോട്ടം, എൻ്റെ ഭാഗത്തു നിന്നൊന്നും വരാത്ത ആ രീതിയിൽ മമ്മ എന്നെ ഒരു നോട്ടം. അപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞ്, അല്ല, ഒരു ബക്കറ്റ് എടുക്കാൻ എന്തിനാ 3 പേര് പോകുന്നത്? ചേട്ടനും അനിയനും പോകാമെന്ന് പറഞ്ഞല്ലോ, അനിയൻ കുഞ്ഞിക്കാക്കാൻ പോകാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഞാനായിട്ട് എന്തിനാ വെറുതെ പോകുന്നത്? അപ്പം ഞാൻ ഇരുന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അവിടെ അപ്പോൾ സംഭവം ഇതാണ്, മിഷൻ കംപ്ലീറ്റഡ്. അതായത് എന്താ മമ്മാൻ്റെ ആവശ്യം? മേളിൽ പോയിട്ട് ആരെങ്കിലും ഒരാൾ ബക്കറ്റ് എടുത്തിട്ട് വരണം. അതിനുള്ളൊരു ഡയലോഗാണ് ഏത്? വേണ്ട, ആരും എടുക്കണ്ട, ഞാൻ തന്നെ പോയി എടുത്തോളാം, പോരെ എന്ന് പറഞ്ഞ് സ്ലോ മോഷനിൽ നടന്നു കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ പോയി എടുക്കുമല്ലോ. അതൊരു നമ്പറാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാനവിടെ തന്നെ ഇരുന്ന്. പക്ഷേ അന്നും നോട്ടപ്പുള്ളി ഞാൻ തന്നെയാണ്. ഓക്കെ.